ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രിസ്മസ് ആയിട്ട് ഇതുവരെയും കേക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ചാലുമായിരുന്നു. ഞായറാഴ്ച മുടക്ക് കിട്ടുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ലേറ്റാവും, അത് കഴിഞ്ഞാൽ ട്യൂഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് നേരം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. ഹിമാലയൻ സോൾട്ട് എന്ന് പറയും, സാന്താ നമക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ അണ്ടിപ്പരിപ്പ്, ഇത് നമ്മുടെ ബേക്കിംഗ് പൗഡർ, ഇത് നമ്മുടെ പട്ട, ഗ്രാമ്പു, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതാണ്. ഇത് ബേക്കിംഗ് പൗഡർ. ഇതിലെന്തൊക്കെ വേണമെന്ന് നോക്കിയൊക്കെ. കറുവപ്പട്ടിൻ്റെ, അതുപോലെ തന്നെ മറ്റേ സ്റ്റാറില്ലേ അതുണ്ട്, പിന്നെ കരയാമ്പൂവുണ്ട്. ഓക്കെ, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. ഇത് പിള്ളേർക്ക് പണ്ട് ജ്യൂസ് ഒടിച്ച് കൊടുത്തോടുന്നത്, ഇതിപ്പോൾ ഉപകാരപ്പെട്ടു. ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ ഈത്തപ്പഴം, പിന്നെ ബട്ടർ, മൈദ, മുന്തിരി, ഇത് നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, ഇത് കാരമൽ ചെയ്യാനാണ്. പിന്നെ ഈ സാധനം പറയാൻ മറന്നു, ഇത് ഫുഡ് എസൻസ് ആണ് കേട്ടോ. ഇതൊരു തുള്ളി ചേർത്ത് കൊടുക്കുക. ഇത്ര സാധനങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും കൂടിയിട്ട് ഈ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കും. അണ്ടിപ്പരിപ്പ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇടും. അണ്ടിപ്പരിപ്പൊന്ന് എന്താ പറയുക, കടിക്കുന്നതൊക്കെ അല്ല രസം. അപ്പോൾ അതേ മുന്തിരി ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ ഈത്തപ്പഴം അതൊക്കെ കുരൊക്കെ കളഞ്ഞ് എടുത്തത് ഇട്ടു. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എല്ലാതും നമ്മൾ വീട്ടിലേക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം നല്ലതായിട്ട് തന്നെ ഉണ്ടാക്കണമല്ലോ, അതിട്ടു. പിന്നെ അതെ കുറച്ച് സാന്താ നമക്ക്. പിന്നെ ഇത് ഞാനിനി അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഈ ഓറഞ്ച് ജ്യൂസ് ഇതിലൊഴിച്ചിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും, ഏറ്റവും കൂടുതൽ സമയം വെച്ചാൽ അത്ര നല്ലത്, പക്ഷെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇങ്ങനെ ഇതാക്കി വെക്കണം. പിന്നെ അതിലേക്ക് കുറച്ചൊരു മൈദ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ, പൊടി ഇത് അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കാണ്ടിരിക്കാണ്ട. പൊടിയല്ല, സോറി, ഈ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിൽ പോവും. അപ്പോൾ അടിയിൽ പോവാണ്ടിരിക്കാനായിട്ട് മൈദ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബൗൾ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും ജ്യൂസ് റെഡിയായി കിട്ടും. നമ്മൾ ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ടുള്ള, ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ശരിയായി കിട്ടും. അപ്പോഴേക്കും ഇത് കാരമലൈസ് ചെയ്യാം. കാരമൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കളറായിട്ട് വരുമ്പോൾ ഇളക്കി കൊടുക്കാം എന്നിട്ട്. കാരമൽ ചെയ്തിട്ട് ഇങ്ങനെ ലിക്വിഡ് ആകുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. നോർമലി ചൂടുവെള്ളം ചേർക്കാറ്, പക്ഷേ ഇത് പച്ചവെള്ളം ചേർത്ത് കൊടുത്തു. അത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ സൗണ്ടും പുകയൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം വീഡിയോ നിർത്തി. അതേ പച്ചവെള്ളം ചേർക്കുമ്പോഴേ വേഗം തന്നെ ഇത് നന്നായി മെൽട്ടാവും. മെൽട്ടായിട്ട് ഒരു തിക്ക് കണ്ടൻസി ആകുമ്പോൾ നമുക്കിത് ഓഫാക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ കേക്കിനൊക്കെ നല്ലൊരു കളർ ഉണ്ടാവുള്ളേ. തിളച്ച് നല്ല പാകത്തിനുള്ള ഇതായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം അധികം ഗ്യാസ് സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം ഇതാവും, ഇത് കരിഞ്ഞു പോവും. അത് കാരണം കരിയരുത്, നമുക്കന്ന് ചെയ്യുക കളറ് വേണം താനും. കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര അത് തണുത്ത് വരുമ്പോഴേക്കും ഞാൻ എന്തായാലും ഈ സ്പൈസീസ് ഒന്ന് ക്രഷ് ചെയ്ത് വരാം. ഇത് ക്രഷ് ചെയ്യുമ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. മൈദ ഞാൻ വലിയ ബൗളെടുത്തു, കാരണം മിക്സ് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട്. പിന്നെ സ്പൈസീസ് പൊടിച്ച് കൊണ്ടുവന്നത് ചേർക്കണ്. പിന്നെ ഹിമാലയൻ സോൾട്ട് ഒരു 1/2 സ്പൂൺ, മേക്കിംഗ് സോഡ 1/2 സ്പൂണ്, മേക്കിംഗ് പൗഡർ 2 പിന്നെ 1 ടീസ്പൂണാണ് കേട്ടോ ബട്ടർ ചേർത്തു. കാരണം ഈ ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ, അമൂലിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. കാരമൽ ചെയ്ത പഞ്ചസാരയുടെ സിറപ്പ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി കുറച്ചും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ഫൈനലി കേക്കിൻ്റെ ബാറ്റർ ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം. 2 കേക്കിനുള്ള ബാറ്റർ ഉണ്ട് കേട്ടോ. അത് കാരണം 2
ടിന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എയർ ബൗൾസ് ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എയർ ബൗൾസൊക്കെ ഒന്ന് പോയി കിട്ടുണ്ട. പിന്നെ മുകളിലൊരു ചെറിയൊരു ഡെക്കറേഷൻ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു അലുമിനിയം പാത്രത്തിൽ ഇങ്ങനെ തട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് വെച്ചിട്ട് ഞാൻ ഈ ബാറ്റർ ഇങ്ങനെ ഇറക്കി വെച്ചു. അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഫൈനലി എൻ്റെ കേക്ക് റെഡിയായി. ഇനി എങ്ങനെയുണ്ടെന്നൊന്ന് മുറിച്ച് നോക്കട്ടെ കേട്ടോ ഞാൻ. കേക്ക് കണ്ട നല്ല ഫ്ലഫിയാണ്. എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ് വൺസ് അഗെയിൻ.